ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ വീണ്ടും ഡൽഹി തന്നെ തിരിച്ചെത്തി. ഇന്ന് രാവിലെ എത്തിയുള്ളൂ. ഇനിയിപ്പോ കുറച്ച് ലഗേജ് എല്ലാം ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഡൽഹി കുറച്ച് കറങ്ങാനുള്ള പ്ലാനിലാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോവും എന്നാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ലഗേജ് ഒക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് കാണിച്ചു തരാം. എൻ്റെ മൂക്കൊക്കെ കണ്ടോ ഗൈസ്, ഫുള്ള് പോയിരിക്കുക, സൺബേൺ എല്ലാം അടിച്ചിട്ട്. ഇപ്പൊ മരുന്നൊക്കെ തേച്ചിരിക്കുക, അതെങ്ങനെ ഇരിക്കണേ. അങ്ങനെ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് ഗൈസ്. ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടോയ്ലറ്റ് തപ്പി ഇറങ്ങിയതാണ്, പക്ഷേ ഞാൻ വീണ്ടും വഴിതെറ്റി വേറെ എവിടെ എത്തി. ഇനി ഈ വഴി കണ്ടുപിടിക്കണം. അല്ലാത്തൊരു ജീവിതം തന്നെ കേട്ടോ ഡൽഹിയിൽ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചാന്ദിനി ചൗക്കിലേക്കാണ്. അപ്പോൾ അവിടെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ, കാരണം സർപ്പാസ് ട്രക്കിൻ്റെ ടീംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ പോകുന്നത്. അപ്പോൾ ഇന്ന് ചാന്ദിനി ചൗക്കിലാണ് നമുക്ക് കുറച്ച് പർച്ചേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചാന്ദിനി ചൗക്കിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. യെസ്, സരോജിനി പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ സരോജിനി ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പം അധികം സമയമില്ല, അതുകൊണ്ട് ചാന്ദിനി പോകുന്നത് വിചാരിച്ചു. ഗൈസ്, നമ്മളപ്പോൾ ചാന്ദിനി ചൗക്കിലാണുള്ളത്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, കുറേ ഇലക്ട്രോണിക് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നല്ല ചൂടുണ്ട്, നടന്നുകൊണ്ടിരിക്കുക. ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കുറേ ഫുഡ് ഷോപ്സ് എന്താ, കുൽഫി, പാൻ കുൽഫി, പിന്നെ അങ്ങനെ കുറേ ഫുഡ് ഷോപ്പ്. പിന്നെ അവിടെ മൊത്തം ഓർണമെൻറ്റ്സിൻ്റെ കട, അതൊക്കെയാണ് രസമുള്ളത്. ഇവിടെ മൊത്തം ഓക്സിഡൈസ് ജ്വല്ലറീസ് ആണ്. ഇത് കണ്ടോ, ഇത് റിങ്ങാണ് ഗൈസ്, കണ്ടോ ഈ കമ്മലൊക്കെ. അയ്യോ, നല്ല രസമുണ്ട് ഇവിടെ. മൊത്തം വളയും മാലയും ചൂട്ടീസൊക്കെ നല്ല ഭംഗിയുണ്ട്. ചുരിദാറ് ഗായ്സ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് വേണ്ട എല്ലാ സാധനവും കിട്ടും. ഈ ബ്രൈഡൽ സാധനങ്ങളൊക്കെ അത്യാവശ്യം വില കുറവിൽ തന്നെ ഉള്ളത്. പക്ഷെ ബാക്കിയുള്ള സാധനത്തിനൊക്കെ ഏകദേശം സെയിം റേറ്റ് തന്നെ ഇവർ പറയുന്നുണ്ട്. അത് ചുരിദാറിന് 1000 to 2000 റുപ്പീസ്, ഓർണമെൻറ്റ്സ് ആണെങ്കിൽ 200-500 അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഓ കിतना है भैया वो वायलेट का? हाँ 750 650 वो दिस साइड. हाँ 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 450 650 ഒക്കെയാണ് പറയണത് ഇവിടെ തുണിക്ക്. തുണി മാത്രമേ ഉള്ളൂ, ഷോള്. ആ, അപ്പം അത് നോക്കണം, എന്തായാലും നോക്കിയിട്ട് തന്നെ എടുക്കണം. കടയിലാണെങ്കിൽ തുണിക്കൊക്കെ എത്ര മീറ്ററിന്? സാധാ ക്ലോത്ത് ആണെങ്കിൽ 36, ലിനനാണെങ്കിൽ 210. സാധാ ക്ലോത്ത് ആണെങ്കിൽ 36 രൂപ മീറ്ററിന്. ഷർട്ട് മീറ്റർ. കുറച്ചേരം ഇവിടെ ഇരിക്കും, നല്ല പ്രാർത്ഥിക്കണം. तीनों चीज आएगा, ये सोल गिरा, तीनों चीज आएगा भाई. ये 4 कलर आएगा. ഇത് രസമുണ്ടാവും. 300 ആക്കായിരുന്നു കേട്ടാ പറഞ്ഞിട്ട്. ആദ്യം 450. ആ 300 ആക്കായിരുന്നു. ഇനിയിപ്പൊ നീ ചാടിക്കുന്ന 400 പറഞ്ഞില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വ്ളോഗ് ചെയ്ക്ക് ഭാർഗവി. 350 लास्ट 450 का भाई, 380 400 400 हाँ 400 പോട്ടെ പോട്ടെ. 400 എടുത്ത മുതലാണോ ചോദിക്കണത്.
നാട്ടിൽ ഇതിന് എത്രയാവും പറഞ്ഞു. നാട്ടിൽ നിന്നൊന്നും കിട്ടൂലേ അവിടെ നാട്ടിലെടുക്കണേ 1000-1500 രൂപ. പിന്നെ പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. അത് തന്നെ മറ്റേ കഴിച്ചുള്ള ഞാവൽപ്പഴം വാങ്ങിച്ചു. അവര് പെട്ടുപോകുന്നു. അവരെവിടെയാ? ഞങ്ങള് തിരിഞ്ഞിരിഞ്ഞ് എവിടെയോ എത്തിപ്പോയി. വേറെ ഏതോ വഴിയിലെത്തിപ്പോയി. ചാന്ദ്രി ചൗക്ക് ഇതാടാ സ്ട്രൈറ്റ്. നന്നായിട്ട് കുടിച്ചോ ഗായ്സ്? അപ്പോൾ നമ്മൾ ഈ വള ഇട്ട് നോക്കി. അപ്പോൾ ഇത് വാങ്ങാൻ തീരുമാനിച്ച്. ഈ കളറ് കാശ്മീരി ബാംഗിൾസ്. उधर सब 20 है ना. ഇത് ഗുൽഫി ട്രൈ ആക്കണം. നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ അവിടെയുള്ള. ഇനി അങ്ങോട്ടൊന്ന് കറങ്ങണം അത്ര തന്നെ. നല്ല പട്ടി വെയിലുണ്ട്. പക്ഷെ ഗുൽഫി അല്ല രസമുണ്ട്. പക്ഷെ റെഡ് ഫോർട്ട് കറങ്ങാനുള്ള ഓർപ്പിക്കില്ല, കാരണം നല്ല വെയിലാണ്. ഡൽഹിയിൽ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് ഡൽഹി മെട്രോ കയറുമ്പോൾ കുറച്ച് AC യും പിന്നെ അത്യാവശ്യം സ്മൂത്ത് ട്രാവലുമാണ്. ഇപ്പോൾ വഴിയെല്ലാം പഠിച്ച് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകാനാണെങ്കിൽ മെട്രോ. നമ്മൾ ഫൈനലി സരോജിനി മാർക്കറ്റ് എത്തി. എൻ്റെ പൊന്നു ഭയങ്കര ചൂടാണ്. അവിടെ മര്യാദയ്ക്കൊന്ന് സമാധാനത്തോടെ ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ സാധനങ്ങൾക്ക് നല്ല വില കുറവുണ്ട് ഇപ്പോൾ തന്നെ. ഈ ബാഗിനൊക്കെ 100 രൂപയാണ് പറഞ്ഞത്. സരോജിനി മാർക്കറ്റ് എത്തി. എന്തായാലും ഞാൻ കുറച്ച് നിന്ന് ഷോപ്പ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം. ഷോപ്പിംഗ് ആയിരുന്നു ഗൈസ്. ഞാനൊരു 5000 രൂപയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടാവും. ഈ ബാഗ് വാങ്ങേണ്ടി വന്ന് എന്താ സാധനം ഇടാനായിട്ട് അത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ സരോജിനിത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലഗേജ് എല്ലാം എടുത്ത് എൻ്റെ സർപ്പാസിലെ കമ്പനിക്കാരായ മലയാളികളൊക്കെ ട്രെയിൻ കയറ്റി വിട്ട് വീണ്ടും ബാക്ക് ടു സോളോ ട്രാവലിംഗ് ആണ്. വേറെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇമ്പൾസീവായിട്ട് ഡിസിഷൻ എടുത്ത് എന്താ ഇന്ന് രാജസ്ഥാൻ വരെ പോവാന്ന്. ലൈക്ക് എനിക്ക് എന്തായാലും രാജസ്ഥാനൊക്കെ ഒന്ന് കാണണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റൊക്കെ കുറച്ച് മോശം. ഒന്നാമത് എനിക്ക് ഫേസിൽ നല്ല സൺബേണൊക്കെ അടിച്ചിരിക്കുക. അവിടെ ഫുള്ള് ചൂടാന്നൊക്കെ പറഞ്ഞ് ChatGPTയിലെല്ലാം കണ്ട്. അപ്പോൾ റോങ് ഡിസിഷൻ ആവുമോയെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേസ് ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ഗോ സംവെയർ എൽസ് ടു. സോ ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകുന്നില്ല. ഞാൻ നേരെ രാജസ്ഥാനിലേക്ക് 3rd AC ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹി കാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എൻ്റെ ട്രെയിന്. രാത്രി 12 മണിക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:30 അപ്പോൾ ഞാൻ ഇപ്പോൾ മെട്രോ എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഡൽഹി കാണ്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു റാപ്പിഡോ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സ്കെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേടിയുണ്ട്, കാരണം സ്ഥലമൊക്കെ കുറച്ച് ഷെയ്ഡിയാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ റാപ്പിഡോ. എൻ്റെ റാപ്പിഡോ ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നില്ല. ഈ റെയിൽവേ സ്റ്റേഷൻ ശരിക്കും ഷെയ്ഡിയാണ് ഗൈസ്. ഞാൻ ആക്ച്വലി ജയ്പൂരിലേക്ക് ടിക്കറ്റ് ഇവിടുന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ രാത്രി നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വന്ന് ഓട്ടോയിലിരിക്കുമ്പോൾ. കാരണം ഞാൻ ആ റാപ്പിഡോ ഞാൻ ബുക്ക് ചെയ്തിട്ട് ആ റാപ്പിഡോ വീണ്ടും അന്നത്തെ പോലെ എന്താ 8 മിനിറ്റ് 30 മിനിറ്റ് എന്ന് പറഞ്ഞ സമയം കൂടിക്കൊണ്ടിരിക്കുക. റാപ്പിഡോ വരുന്നേ ഇല്ല. എന്നിട്ട് അവസാനം ഐ ഹാഡ് ടു ആസ്ക് ഹെൽപ്പ് വിത്ത് എ സ്ട്രേഞ്ചർ. ഹീ സീംഡ് ലൈക്ക് എ ജെൻറ്റിൽമാൻ. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ഒക്കെ ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് ഹി വാസ് സ്റ്റാൻഡിങ് വിത്ത് എ വുമൺ. അന്ന് ആ കൊച്ച് ഇവിടെ മൊത്തം പട്ടാളക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെയാ, സേഫാന്ന് തോന്നുന്നു. പക്ഷേ ലൈക്ക് എന്താ പറയുക,
ഇൻറ്റേർണലി ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ 0%, ബിക്കോസ് ഐ ക്യാൻ സീ നോ വുമൺ ഹിയർ, നോട്ട് ഈവൺ വൺ വുമൺ ഐ ക്യാൻ സീ ഫ്രം ഹിയർ, ആൻഡ് ദാറ്റ്സ് ലിറ്ററലി കില്ലിങ് മീ ഫ്രം ഇൻസൈഡ്. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും എനിക്ക് ബ്രേവായിട്ടിരിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഐ ആം ലിറ്റിൽ അഫ്രൈഡ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ നമ്മൾ സേഫായിട്ട് ജയ്പൂരിലേക്കുള്ള ട്രെയിൻ കയറി. അത്യാവശ്യം സമയമായി, 12 മണിയായി. ഇപ്പം എല്ലാവരും ഉറക്കമാണ്, അതുകൊണ്ട് എനിക്ക് അധികം ഒച്ചയായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പം വേറൊന്നുമല്ല, ഡൽഹിക്കാണ്ട് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് സീനായിരുന്നു. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നല്ലോണം ഗട്ട് ഫീലിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് ഓഫീസേഴ്സ് അല്ലെങ്കിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എനി സ്ട്രേഞ്ചർ ഹൂ സീംസ് ദാറ്റ് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും അപ്രോച്ച് ചെയ്യണോ വേണ്ടോ എന്ന്. അപ്പോൾ അത് നന്നായി ആലോചിച്ചിട്ട് മാത്രം ചെയ്യാം. അങ്ങനെ ഞാനൊരു സ്ട്രേഞ്ചറെ അപ്രോച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് സേഫായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റിയത്. ആ കാര്യം ഞാൻ നന്നായി പഠിച്ചു. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഓൾവേസ് ചെക്ക് യുവർ ഗട്ട് ഫീലിംഗ് ആൻഡ് ഓൾസോ ചെക്ക് everything possible that you can before trusting someone. സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ ഞാൻ രാവിലെ ജയ്പൂർ എത്തും. എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.